ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച പുലർച്ചെ കൊൽക്കത്തയിലെ ആർ.ജി. ഖാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്യാമ്പസിൽ പി.ജി. ട്രെയിനി ഡോക്ടറായ പെൺകുട്ടി നേരിടേണ്ടി വന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയാണ്. ചെസ്റ്റ് വാർഡിലെ രോഗികളെ പരിചരിച്ച് കഴിഞ്ഞ് രാത്രി 2 മണിക്ക് സെമിനാർ ഹാളിലേക്ക് പോയതായിരുന്നു. രാവിലെ ഹാളിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആദ്യം ഹോസ്പിറ്റൽ അധികൃതർ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാരെ അറിയിച്ചത്. കളഞ്ഞുപോയ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് കൊലപാതകിയായ സഞ്ജയ് റോയിലേക്ക് അന്വേഷണം എത്തിച്ചത്. വുമനൈസറായ പ്രതി 4 വിവാഹം ചെയ്തിട്ടുണ്ട്. വളരെ വയലന്റ് ആൻഡ് ഡിസ്റ്റർബിംഗ് ആയ പോൺ അഡിക്റ്റാണ് പ്രതിയെന്ന് അയാളുടെ മൊബൈൽ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്തിൽ ബലം പ്രയോഗിച്ചതുകൊണ്ട് അവളുടെ ത്രോട്ട് കാർട്ടിലേജ് തകർന്ന നിലയിൽ ആയിരുന്നു. ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവുകളും ചോര കട്ടപിടിച്ച് കറുത്ത പാടുകളും ഉണ്ടായിരുന്നു. കണ്ണിൽ നിന്നും വായിൽ നിന്നും പ്രൈവറ്റ് പാർട്ടിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ജെനിറ്റൽ ടോർച്ചർ നേരിടേണ്ടി വന്നു എന്നും റിപ്പോർട്ടുണ്ട്. 150 ഗ്രാം ബീജം ശരീരത്തിൽ നിന്ന് കണ്ടെത്തി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതായത് ഏകദേശം 8, 9, 10 പേരുടെ. ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ഉദാസീനീയമായ നടപടിക്രമം കാരണം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനാൽ കൊൽക്കത്ത ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിട്ടു. പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊലക്കയർ തന്നെ അവർക്ക് ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം. കൊലപാതകിയെ അറസ്റ്റ് ചെയ്ത ശേഷവും മകൻ നിരപരാധി ആണെന്ന വാദത്തിൽ ആണ് പ്രതിയുടെ അമ്മ. പെൺകുട്ടി രാത്രിയിൽ ഒറ്റയ്ക്ക് പോയത് അവളുടെ തെറ്റെന്ന് കോളേജ് പ്രിൻസിപ്പലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് അയാൾ റിസൈൻ ചെയ്തു. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതികരിക്കുന്ന ഏതെങ്കിലും പ്രമുഖർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചോ? അതൊരു ചോദ്യചിഹ്നമാണ്. ജസ്റ്റിസ് ഫോർ നിർഭയ 2 എന്ന ട്വീറ്റ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ധ്രുവ് രതി ഡിലീറ്റ് ചെയ്തു. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇത്തരം കാമപിശാചുകളെ നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് ഒരു വലിയ ന്യൂനതയാണ്. ഇനി ആർക്കും ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ.